സുഹൃത്തുക്കളെ, ചെക്കോ ഐലൻഡ് എന്നുള്ള ഗെയിം ഫുള്ളായിട്ട് കളിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു റിവ്യൂ പറയാം. ഗെയിമിനെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ, ഞാൻ കളിച്ച എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒപ്പീനിയനാണ്. മലയാളികളുടെ ഫസ്റ്റ് ഹൊറർ ഗെയിമാണ്. ഫോക്ലോറിനെ നമ്മുടെ ഇന്ത്യൻ ഫോക്ലോർ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ഹൊറർ ഗെയിമാണ്. സ്ട്രാറ്റജി ബേസ് ചെയ്ത് നമ്മൾ താക്കോലുകളെല്ലാം കണ്ടുപിടിച്ച് റൂമുകളെല്ലാം തുറന്ന്, ഇതാണ് എൻ്റെ ബേസ് ഗെയിമിൻ്റെ ഒരു ഐഡിയ. ആക്ച്വലി എനിക്ക് ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സൗണ്ട് എഫക്ട്സ് കേട്ടോ. സൗണ്ട് എഫക്ട്സ് ഓസം, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 7.1 ചാനലുള്ള ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് സറൗണ്ടിങ്ങിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ഗെയിമാണ്. ഒരു ഐലൻഡിൽ നടക്കുന്നതാണ് ഇത്. അതായത് നമ്മളൊരു ഐലൻഡിനകത്ത് നമ്മൾ ചെല്ലണം. അവിടെ നമ്മുടെ വൈഫ് മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മളെ വൈഫിനെ തേടി പോകുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ കൊടുത്തേക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് നമ്മൾ അവസാനം നമ്മുടെ വൈഫിനെ രക്ഷപ്പെടുത്തും. അപ്പോൾ അവിടെ ഒരു പ്രേതമുണ്ട്, ട്രാപ്പായിരിക്കുകയാണ്, നമ്മുടെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന നമ്മളെ വഴി എത്തിക്കുക. നമ്മുടെ പഴയ കാലത്തിൻ്റെ കുറച്ച് ഓർമ്മകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ, ഒരു പോറ്റിയുണ്ട്, നമ്മുടെ കുടുംബം പോറ്റീനെ ഓർമ്മിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പോറ്റി. അങ്ങനെ കുറേ സാധനങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഉദാഹരണം, ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരു ചെയറൊക്കെ കാണിക്കുന്ന നമുക്ക് കറക്റ്റ് നമ്മുടെ കുടുംബം പോറ്റിയുടെ മനയായിട്ട് തോന്നും. അപ്പം അങ്ങനെ ഒരു മനക്കകത്താണ് ഈ കളി ഫുള്ള് നടക്കുന്നത്. ഇതിൻ്റെ ഒരു ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ റൂമുകൾ ഒരുപാടുണ്ട്. ഒരു കൊട്ടാരത്തിനകത്ത്, ഒരു മനക്കകത്ത്. അപ്പോൾ ഈ റൂമുകൾ കംപ്ലീറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ചില സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കയറി റൂം മാറിപ്പോകും, നമ്മുടെ സ്റ്റെയർ കേസ് അപ്രത്യക്ഷമായി പോകും. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒരു ട്രിക്കി ആയിട്ടുള്ള ഗെയിമാണ്. ഹൊററിൻ്റെ കുറച്ച് ജംപ് സ്കെയർസ് ഉണ്ട്. ഹൊറർ എലമെന്റ് എന്ന് പറഞ്ഞാൽ ജംപ് സ്കെയർസ് ആണ് കൂടുതലുള്ളത്. നമുക്ക് അത്യാവശ്യം നമ്മളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് കുറച്ച് ജംപ് സ്കെയർസ് ഒക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റീമിനകത്ത് 300, 350, 400 രൂപയ്ക്കകത്ത് എന്തോ വിലയുള്ളൂ. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് തോന്നി. പിന്നെ കുറച്ച് നെഗറ്റീവ്സ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട്, അതായത് ഇതിന്റെ ഹിന്റുകളൊക്കെ തരുന്നത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നി. പിന്നെ കുറച്ച് ഗ്ലിച്ചസ് ഉണ്ട്, കുറച്ച് ബഗ്സ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. ചില സമയത്ത് ഞാൻ 1-2 ടോർച്ച്, നമുക്കൊരു ടോർച്ച് മീൻസിലേക്ക് ഒരു എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ടോർച്ച് പോലത്തെ. അപ്പോൾ അതൊക്കെ പിന്നീട് സ്റ്റക്കായി നിൽക്കുകയൊക്കെ ചെയ്യും. എൻ്റെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിസ്റ്റം വെച്ചാണ് ഞാൻ കളിച്ചത്. ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ അവിടെ ഇവിടെയും ഉണ്ടായിരുന്നു. അത് പക്ഷേ വലിയ രീതിയിലൊന്നും നമ്മുടെ ഗെയിം പ്ലേയുടെ ആസ്വാദനത്തിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബഗ്സ് ഒന്നും അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവസാനം ഇതിനകത്ത് വേറൊരു സാധനം വയ്ക്കുന്നുണ്ട്. ഗെയിം ഒരു പുതിയ ഒരു അടുത്ത നെക്സ്റ്റ് പാർട്ടിലേക്ക്, അതായത് ഇതിൻ്റെ ഒരു അടുത്ത ഭാഗം ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് പുതിയൊരു ക്യാരക്ടറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഗെയിമിൻ്റെ അവസാനം ഉണ്ടാവും. അത് ഞാൻ സ്പോയിലറാണ്, ഞാൻ എന്താണെന്ന് പറയുന്നില്ല. ബാക്കി ഓവറോൾ എനിക്ക് ഗെയിമിൻ്റെ പ്ലേയും ഗെയിമിൻ്റെ രീതിയും ഗെയിം സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ, അത് ഒരു പഴയ കാലഘട്ടത്തിലുള്ളതാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമയം ഇരുന്ന് കളിച്ച് തീർക്കാൻ പറ്റുന്ന ഗെയിം, വളരെ ചെറിയൊരു ഗെയിമാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല കോൺസെൻട്രേഷൻ എടുത്ത് നമ്മൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കളിച്ച് ഒരു 3-4 മണിക്കൂറിൻ്റെ ഗെയിം നമുക്ക് തീർക്കാൻ പറ്റും. നന്നായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചിരുന്ന് കളിച്ച് കഴിഞ്ഞാൽ 3-4 മണിക്കൂറൊന്നും വേണ്ട. അതിൻ്റെ കുറവ് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഇമാതിരി ടൈപ്പ് ഓഫ് ഗെയിമുകൾ ഒരുപാട് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊന്നും ഗെയിമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും ഉള്ളതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ നോക്കൂ. സ്റ്റീമിനകത്ത് ഗെയിം കിടപ്പുണ്ട്. എനിക്ക് ഗെയിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് എനിക്ക് എൻ്റെ ഈ ഗെയിമിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ്. ഞാൻ കളിച്ചതും എൻ്റെ ഫുൾ ഗെയിം പ്ലേ, അതായത് ഈ തെക്കയിൽ നിന്നുള്ള കംപ്ലീറ്റ് ഗെയിമും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ കളിച്ചതിൻ്റെ ഫുള്ള് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ലൈവ് സ്ട്രീമിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനത്തെ പുതിയ ഗെയിം അപ്ഡേറ്റ്സും ഗെയിമിൻ്റെ റിവ്യൂസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ശരി, നമുക്ക് കാണാം വീണ്ടും. ഓക്കെ, ബൈ.